വയനാട്ടിൽ ഒരു റിസോർട്ട് പ്രോജക്റ്റ് തുടങ്ങുന്നതിന് മുമ്പ് ഈ വീഡിയോ ഫുൾ ഒന്ന് കാണിക്കും. ഇവിടെ ദുബായ് ഗവൺമെന്റ് ഡെവലപ്മെന്റ് കൊണ്ടുവരണമെങ്കിൽ ആദ്യം സപ്പോർട്ടിന് ഉണ്ടാവുക ഇമാറാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ ഡെവലപ്പർ ഇമാറാണ്. ഇമാറിന്റെ ഒരു ഹിസ്റ്ററി എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവരൊരു ഏരിയ കൊണ്ടുപോയാൽ ആ ഏരിയ ഡെവലപ്പ് ആക്കി ഏറ്റവും കൂടുതൽ അപ്രീസിയേഷൻ വാങ്ങുന്നതും ഇമാറാണ്. ഇപ്പോൾ ഇമാറിന്റെ വാലിയിൽ ഏറ്റവും ലാസ്റ്റ് ക്ലസ്റ്റർ വരുന്നുണ്ട്. ഇതിന്റെ അഡ്വാൻറ്റേജ് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ അവിടെ ടൗൺ ഹൗസ് വാങ്ങിയാൽ ആ ടൗൺ ഹൗസും ആ ലാൻഡും നിങ്ങളെ പേരിൽ കാലാകാലങ്ങൾക്ക് കിട്ടും. അതുമാത്രമല്ല ഈ ഒരു കമ്മ്യൂണിറ്റിന്റെ അപ്രീസിയേഷൻ നോക്കുകയാണെങ്കിൽ ഹിസ്റ്ററി നോക്കുമ്പോൾ ഇതുവരെ 100-200% അപ്രീസിയേഷൻ കിട്ടിയിരിക്കുന്നത് അതേ ഹിസ്റ്ററി കൊണ്ട് റിപ്പീറ്റ് ചെയ്യുകയും ചെയ്യും. ഇനി ഇതിന്റെ പേയ്മെന്റ് പ്ലാൻ നോക്കുകയാണെങ്കിൽ 4 വർഷത്തെ പേയ്മെന്റ് പ്ലാനാണ് വരുന്നത്. സിമ്പിൾ ആയിട്ട് ആർക്കും കുറച്ച് എമൗണ്ട് കയ്യിലുണ്ടെങ്കിൽ അടച്ചു തീരാൻ പറ്റുന്ന പേയ്മെന്റ് പ്ലാനുള്ളൂ. സ്റ്റാർട്ടിംഗ് പ്രൈസ് 2.8 മില്യന് 4 വർഷം കൊണ്ട് അടക്കം കഴിഞ്ഞാൽ ഇത് സെല് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് 5 മില്യനും 6 മില്യനും ഒക്കെ ആയിട്ട് ലാഭത്തിൽ ഇത് സെല് ചെയ്യാൻ പറ്റും. ഇത് ആരോട് ചോദിച്ചാലും അറിയുന്ന ഒരു സത്യമാണ് ഇമാറിനെ പറ്റിയിട്ട്. ഇനി ഇത് സെല് ചെയ്യാതെ റെന്റിന് ഇട്ടാലും മാസങ്ങൾക്ക് എങ്ങനെയായാലും ഒരു 3 ലക്ഷം രൂപ റെന്റും കിട്ടും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, വയനാട്ടിൽ ഒരു റിസോർട്ട് പോയാണ്ട് അവിടെ ചെറിയ ചെറിയ റിട്ടേൺ ആണോ, അതോ ദുബായിൽ ആ പ്രൈസിൽ ഒരു ടൗൺ ഹൗസ് വാങ്ങിയാണ്ട് ഫ്യൂച്ചറിൽ നല്ല അപ്രീസിയേഷനിൽ സെല് ചെയ്യണോ? ഇതിനെപ്പറ്റി എന്ത് ചെറിയ ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. എല്ലാ ഡൗട്ട്സും ഞാൻ ക്ലിയർ ചെയ്ത് തരാം. അപ്പോൾ റിസോർട്ട് പ്രോജക്റ്റ് തുടങ്ങാൻ നിൽക്കുന്ന നിങ്ങളുടെ ഫ്രണ്ടിന് ഈ റീൽ അയച്ചു കൊടുക്കുക.